നമ്മൾ പോകാം കേസ്. അപ്പോൾ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളാക്കി നേരെ ഓഫീസിലേക്കാണ്. ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾ വീട്ടിൽ പോവാണ് ഇന്ന്. കാരണം ഇന്ന് കൂലി ബുക്ക് ചെയ്തിട്ട് നാട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ നേരെ അവിടെയാണ് ഇന്ന് സിനിമ കാണാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് കേസ്. അപ്പോൾ നേരെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഓഫീസിലേക്ക് പോയി. കുറച്ച് നേരത്തെ ഇറങ്ങി വൈകുന്നേരം ഓഫീസിൽ നിന്ന് നേരെ ഇനി റൂമിൽ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി വൈറ്റിൽ നേരെ ബസ്സും കാര്യങ്ങളൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്കാണ്. എന്താണെന്ന് അറിയത്തില്ല, മെട്രോയിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. വൈറ്റിലേക്ക് ചെന്നപ്പോൾ അവിടെയും തിരക്കുണ്ടായിരുന്നു. 2 ദിവസം വീക്കെൻഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും വീട്ടിലേക്കാണ്. അപ്പോൾ നേരെ എങ്ങനെയൊക്കെയോ ഞാനൊരു സീറ്റും കാര്യങ്ങളും ഒപ്പിച്ച് ഓൾമോസ്റ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി തിരിച്ച് സിനിമയ്ക്ക് പോകുന്ന കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ പകുതി വെച്ച് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ പൊൻകുന്നായപ്പോൾ പിള്ളേർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നേരെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോയി. കുറേ നാൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് കാണുന്നത്. പലരും പല വഴിക്കായിരുന്നു. അപ്പോൾ നേരെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ കുറേ ഇതായി. എൻ്റെ ഏറ്റവും വലിയൊരു കംഫോർട്ട് സോണാണ്. അപ്പോൾ നേരെ പിന്നെ സിനിമ കാണാൻ പോയി. സിനിമയ്ക്ക് നമ്മൾ നേരത്തെ ചെന്നിട്ടുണ്ടായിരുന്നു. 11:30 ഷോ ആയിരുന്നു. അപ്പം സിനിമ കാണാൻ ഇരുന്നു ഗൈസ്. അപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഗൈസ്. അങ്ങനെ പടമെല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി വീട്ടിലേക്കാണ്. പടത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആവറേജാണ്, 1 ടൈം വാച്ചബിളാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. സൗബിൻ തകർത്തു ഗൈസ്. വേറൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരോടും സ്നേഹം മാത്രം. ബൈ ബൈ ഗൈസ്.